ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പില്ലാർ. ഞാൻ നിങ്ങളുടെ സ്വന്തം മൊക്കിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മാരുതി സുസുക്കി ഫ്രോൺസ് ഡെൽറ്റ പ്ലസിൽ ചെയ്തിരിക്കുന്ന മാരുതി ജെനുവിൻ ആക്സസറി MG ആക്സസറീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഗാർണിഷ് അത് രണ്ട് സൈഡിലും വരും. ആ ഹെഡ് ലാമ്പിൻ്റെ 3 സ്പോക്ക് വരുന്നില്ല, അതിൻ്റെ അടിയിൽ വരുന്ന ആ ക്രോമാണ് നമ്മുടെ ഹെഡ് ലാമ്പ് ഗാർണിഷ്. കണ്ട ഈ ഒരു സംഭവത്തിനെയാണ് ഹെഡ് ലാമ്പ് ഗാർണിഷ് എന്ന് പറയുന്നത്. ഇത് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്, രണ്ട് ഹെഡ് ലാമ്പിലും ചെയ്യുന്നതിനാണ് ഹെഡ് ലാമ്പ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗ്രിൽ ഗാർണിഷാണ്. ഗ്രിൽ ഗാർണിഷ് എന്ന് പറയുന്നത് ഈ റെഡ് കളറുള്ള ഈ പാറ്റേൺ ആണ്. പിന്നെ ഫ്രണ്ട് ബമ്പർ ഗാർണിഷാണ്, ഈ രണ്ട് സൈഡിലുള്ള മീശ. ഇത് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് അഥവാ ഫ്രണ്ട് അണ്ടർ ബോഡി സ്പോയിലർ. ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലിൽ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ഐറ്റംസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഫ്രോൺസിൽ വേറൊരു ഉപകാരമുണ്ട്. നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതിനേക്കാളും വില കുറവാണ് കിറ്റായിട്ട് എടുക്കുമ്പോൾ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ മാരുതിയിലെ ജെനുവിൻ ആക്സസറീസ് മേടിക്കുമ്പോൾ എപ്പോഴും കിറ്റ് പ്രിഫറൻസ് നമ്മൾ ഡീലറോട് പറയുക. നമുക്ക് കിറ്റ് മതി എന്ന് പറഞ്ഞാൽ മതി. കിറ്റാണ് എപ്പോഴും നമുക്ക് ബെനിഫിറ്റ്, കസ്റ്റമർക്ക് ബെനിഫിറ്റ്. ഡെൽറ്റ പ്ലസ് വാഹനത്തിൽ ഓൾറെഡി അലോയ് വീലാണ്, ബ്ലാക്ക് പെയിൻറ്റഡ് അലോയ് വീലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അലോയ് ഓൾറെഡി ഉണ്ട്, അത് കാരണം വീൽ ട്രിം അല്ല. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ അവിടെ ഒഴിഞ്ഞു കിട്ടി. ഡെൽറ്റ പ്ലസ് നമ്മൾ ഫ്രോൺസ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഡെൽറ്റ പ്ലസ് ആണ്. ഇത് വീൽ ആർച്ച് ഗാർണിഷ് ആണ്, 4 വീലിനും വരും ഈ വീൽ ആർച്ച് ഗാർണിഷ്. പിന്നെ വരുന്നത് ബോഡി സൈഡ് മോൾഡിങ്, ഡോർ എഡ്ജ് ഗാർഡ്, സൈഡ് സ്കിഡ് പ്ലേറ്റ്. ഇതാണ് ബോഡി സൈഡ് മോൾഡിങ്. അത് കഴിഞ്ഞാൽ ഡോർ എഡ്ജ് ഗാർഡ്, സൈഡ് സ്കിഡ് പ്ലേറ്റ്. പിന്നെ നമുക്ക് മുകളിൽ വരുന്നത് ഡോർ വൈസറാണ്. ക്രോം ലൈനിങ് വരുന്ന ഡോർ വൈസറാണ്, കുറച്ചുകൂടി ഭംഗി കൂടുതൽ വരിക. പിന്നെ നമുക്ക് ഫ്രോൺസിൽ വിൻഡോ ഫ്രെയിം കിറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. നമ്മൾ ബാക്ക് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ റിയർ സ്കിഡ് പ്ലേറ്റ്, ബാക്ക് ഡോർ ഗാർണിഷ്. ഇതാണ് റിയർ സ്കിഡ് പ്ലേറ്റ് അഥവാ റിയർ അണ്ടർ ബോഡി സ്പോയിലർ. അപ്പോൾ ചിലർക്ക് റിയർ സ്കിഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അത് കാരണം റിയർ അണ്ടർ ബോഡി സ്പോയിലർ മതിയില്ലേ. അപ്പോൾ റിയർ അണ്ടർ ബോഡി സ്പോയിലർ. പിന്നെ നമുക്ക് ഇതിൽ ചെയ്തിരിക്കുന്നത് ബാക്ക് ഡോർ ഗാർണിഷ്, അതാണ് ഈ ക്രോം ബാക്ക് ഡോർ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി തന്നെയാട്ടോ. പിന്നെ ഈ റിയർ കണക്റ്റിംഗ് ലാമ്പ്, കണക്റ്റിംഗ് LED ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കാട്ടോ. 7990 വരുന്നത്, അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കാണ്. പിന്നെ ഈ 2 ബമ്പറിൻ്റെ കോർണറിൽ വരണതാണ് റിയർ ബമ്പർ കോർണർ പ്രൊട്ടക്ടർ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, റിയർ ബമ്പർ പെയിൻറ്റഡ് ഗാർണിഷ് അങ്ങനെയും പറയും ഇതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ. ഒരു വണ്ടിയിൽ നമ്മൾ എസെൻഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ LED ഡോർസിൽ ഗാർഡാണ്. മറ്റുള്ള വണ്ടികളിലൊക്കെ ഡോർസിൽ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് 2 ഡോർ മാത്രമേ ഉള്ളൂ. മാരുതിയിൽ മാത്രമേ 4 ഡോറിലും ഇലുമിനേഷൻ ഡോർസിൽ ഗാർഡ് വരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് മുമ്പിൽ മൊക്കിൻ പെരുവല്ലൂർ.